പെരുമ്പടപ്പ് നവോദയ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. എഡ്രാക് പള്ളൂരുത്തി മേഖലാ പ്രസിഡന്റ് എ ജോർജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പെരുമ്പടപ്പ് നവോദയ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. എഡ്രാക് പള്ളൂരുത്തി മേഖലാ പ്രസിഡന്റ് എ ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. അസോസിയേഷന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ സമീപത്തിൽ നമ്മുടെ ഈ അസോസിയേഷന്റെ പ്രവർത്തനം നമ്മുടെ പരിസരത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ഒരു ഇത്, അത് തന്നെയാണ് ഏറ്റവും വലിയ വിധം. ഇപ്പൊ എല്ലാവർക്കും കൗൺസിലർ ആകാൻ പറ്റൂല, എല്ലാവർക്കും മറ്റുള്ള MLA ആകാൻ പറ്റൂല. കഴിഞ്ഞ കാലത്ത് അസോസിയേഷൻ നടത്തിയ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. കൗൺസിലർ ലിഖിത അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുമെന്ന് അറിയിച്ചു. ഇതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷന്റെ അടുത്തല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കങ്ങ് ഒരുമിച്ചിറങ്ങാം. രോഗികളെയും അല്ല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാനിപ്പോ തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പോ കൗൺസിലർ ആയതിനു ശേഷം ഓരോ വീടുകളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി എനിക്കറിയാം. ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നവും എന്തിനു പറയുന്നു, ഭക്ഷണം കഴിക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന ഫാമിലി ഉണ്ട് നമ്മുടെ ഈ 60-ആം ഡിവിഷൻ. മയക്കുമരുന്നിനെതിരായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി ഇടപെടണമെന്നും പറഞ്ഞു. ജസ്റ്റിൻ ചുരക്കുളം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെൻസി ഉമേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിക്സൺ സൂര്യപ്പിള്ളി, കുഞ്ഞിക്കണ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ശിവദാസ് പ്രസിഡന്റായും കുഞ്ഞിക്കണ്ണൻ സെക്രട്ടറിയായും സബിത ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. പള്ളുരുത്തി മേഖല സെക്രട്ടറി എന്നുള്ള നിലക്ക് നവോദയ റെസിഡൻസിന്റെ കൂടെ എപ്പോഴും എഡ്രാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.